അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സൗരയുദ്ധത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂര്യനെക്കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണ് ഈ വീഡിയോയിലുള്ളത്. ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളിയാണ് ഫോട്ടോസ്ഫിയർ. ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളിയാണ് ഫോട്ടോസ്ഫിയർ അഥവാ പ്രഭാമണ്ഡലം എന്ന് പറയുന്നു. ഓക്കെയാണോ? ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളിയാണെന്ത്? ഫോട്ടോസ്ഫിയർ അഥവാ പ്രഭാമണ്ഡലം എന്ന് പറയുന്നു. അപ്പോൾ ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോട്ടോസ്ഫിയർ. എന്താണ്? ഫോട്ടോസ്ഫിയർ അഥവാ പ്രഭാമണ്ഡലം. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനിലയാണ് 5500 ഡിഗ്രി സെൽഷ്യസ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉയർന്ന താപനില അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് പൈറോമീറ്റർ. എന്താണ്? ഉയർന്ന താപനില അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? പൈറോമീറ്റർ. അപ്പോൾ സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെയാണോ? ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളി എത്രയാണ്? ഏതാണ്? ഫോട്ടോസ്ഫിയർ ആണ് അഥവാ പ്രഭാമണ്ഡലമാണ്. അതുപോലെ സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില എത്രയാണ്? 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. സൂര്യൻ്റെ ഏറ്റവും അകത്തുള്ള പാളിയാണ് അകക്കാമ്പ്. സൂര്യൻ്റെ ഏറ്റവും അകത്തുള്ള പാളി ഏതാണ്? അകക്കാമ്പാണ്. എന്താണ്? സൂര്യൻ്റെ ഏറ്റവും അകത്തുള്ള പാളിയാണ് ഏത്? അകക്കാമ്പ്. ഓക്കെയാണോ? എന്താണ്? സൂര്യൻ്റെ ഏറ്റവും അകത്തുള്ള പാളിയാണ് എന്ത്? അകക്കാമ്പ്. ഫോട്ടോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന വർണ്ണാഭമായ പാളിയാണ് ക്രോമോസ്ഫിയർ. നമ്മൾ പറഞ്ഞില്ലേ, ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്ന സൂര്യൻ്റെ പാളിയാണ് ഏത്? ഫോട്ടോസ്ഫിയർ. ആ ഫോട്ടോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന വർണ്ണാഭമായ പാളിയാണ് ഏത്? ക്രോമോസ്ഫിയർ. എന്താണ്? ക്രോമോസ്ഫിയർ. അപ്പോൾ ഒന്നും കൂടി പറയാം. എന്താണ്? ഫോട്ടോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന വർണ്ണാഭമായ പാളിയെ വിളിക്കുന്ന പേരാണ് എന്ത്? ക്രോമോസ്ഫിയർ. എന്താണ്? ക്രോമോസ്ഫിയർ. സൂര്യൻ്റെ ഏറ്റവും അകത്തുള്ള പാളിയാണ് അകക്കാമ്പ്. സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കൊറോണ. സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊറോണ. അപ്പോൾ സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയെ വിളിക്കുന്ന പേരാണ് എന്ത്? കൊറോണ. എന്താണ്? കൊറോണ. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യൻ്റെ ഭാഗമാണ് എന്ത്? കൊറോണ. അപ്പോൾ കൊറോണയെക്കുറിച്ച് 2 പോയിന്റ് എന്തൊക്കെയാണ്? സൂര്യൻ്റെ ഏറ്റവും ബാഹ്യമായ ആവരണമാണ് എന്ത്? കൊറോണ. അതുപോലെ തന്നെ പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യൻ്റെ ഭാഗമാണ് എന്ത്? കൊറോണ. ഓക്കെയാണോ? അപ്പം എന്തൊക്കെയാണ് പറഞ്ഞത്? സൂര്യൻ്റെ ഏറ്റവും ബാഹ്യമായ ആവരണമാണ് എന്ത്? കൊറോണ. അതുപോലെ തന്നെ പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യൻ്റെ ഭാഗമാണ് എന്ത്? കൊറോണ. ഓക്കെയാണോ? അപ്പോൾ ഫോട്ടോസ്ഫിയറിന് മുകളിലായി കാണപ്പെടുന്ന വർണ്ണാഭമായ പാളിയാണ് ക്രോമോസ്ഫിയർ. സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയാണ് കൊറോണ. പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് ദൃശ്യമാകുന്ന സൂര്യൻ്റെ ഭാഗമാണ് കൊറോണ. ഈ ക്രോമോസ്ഫിയറും കൊറോണയും ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നത് എപ്പോഴാണ്? സൂര്യഗ്രഹണ സമയത്താണ്. അപ്പോൾ ഈ ക്രോമോസ്ഫിയറും ഈ കൊറോണയും കാണപ്പെടുന്നത് എപ്പോഴാണ്? സൂര്യഗ്രഹണ സമയത്താണ്. എപ്പോഴാണ്? സൂര്യഗ്രഹണ സമയത്താണ്. ഓക്കെയാണോ? അപ്പോൾ ഈ ക്രോമോസ്ഫിയറും കൊറോണയും ഭൂമിയിൽ നിന്ന് ദൃശ്യമാകുന്നത് ഏത് സമയത്താണ്? സൂര്യഗ്രഹണ സമയത്താണ്. സൂര്യതാപത്തിന് കാരണമാകുന്ന വികിരണങ്ങളാണ് അൾട്രാവയലറ്റ് രശ്മികൾ. അപ്പോൾ സൂര്യൻ്റെ താപത്തിന് കാരണമാകുന്ന വികിരണങ്ങൾ ഏതാണ്? അൾട്രാവയലറ്റ് രശ്മികളാണ്. ഏതാണ്? അൾട്രാവയലറ്റ് രശ്മികളാണ്. ഓക്കെയാണോ? അപ്പോൾ സൂര്യതാപത്തിന് കാരണമാകുന്ന കിരണങ്ങൾ ഏതൊക്കെയാണ്? അൾട്രാവയലറ്റ് രശ്മികളാണ്. ഏതാണ്? അൾട്രാവയലറ്റ് രശ്മികളാണ്. ഓക്കെയാണല്ലോ. കൊറോണയിൽ നിന്നും 35 ലക്ഷം കിലോമീറ്റർ അകലെ വരെയുള്ള ചാർജുള്ള കണങ്ങൾ പ്രവഹിക്കുന്നതിനെ പറയുന്ന പേരാണ് സൗരക്കാറ്റ്. അപ്പോൾ കൊറോണ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊറോണ ഭൂമിയുടെ സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള ആവരണമല്ലേ കൊറോണ. അപ്പോൾ ഈ കൊറോണയിൽ നിന്നും 35 ലക്ഷം അകലെ വരെയുള്ള
ചാർജുള്ള കണങ്ങൾ പ്രവഹിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൗരക്കാറ്റ്. അപ്പോൾ എന്താണ് ഈ സൗരക്കാറ്റ്? സൗരക്കാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ്റെ ഏറ്റവും പുറമെയുള്ള പാളിയായ കൊറോണയിൽ നിന്നും 35 ലക്ഷം കിലോമീറ്റർ അകലെ വരെയുള്ള ചാർജുള്ള കണങ്ങളുടെ പ്രവാഹത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? സൗരക്കാറ്റ്. ഓക്കെയാണോ? അപ്പോൾ എന്താണ് സൗരക്കാറ്റ്? കൊറോണയിൽ നിന്നും 35 ലക്ഷം കിലോമീറ്റർ അകലെ വരെയുള്ള ചാർജുള്ള കണങ്ങൾ പ്രവഹിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൗരക്കാറ്റ്. ഓക്കെ ആണല്ലോ. ഈ സൗരക്കാറ്റ് അനുഭവപ്പെടുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 11 വർഷത്തിൽ ഒരിക്കലാണ്. അപ്പോൾ സൗരക്കാറ്റ് അനുഭവപ്പെടുന്നത് 11 വർഷത്തിൽ ഒരിക്കലാണ്. ഓക്കെയാണോ? അപ്പോൾ സൗരക്കാറ്റ് അനുഭവപ്പെടുന്നത് എപ്പോഴാണ്? 11 വർഷത്തിൽ ഒരിക്കലാണ്. എത്ര വർഷത്തിലൊരിക്കലാണ്? 11 വർഷത്തിൽ ഒരിക്കലാണ്. സൗരക്കാറ്റുകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന മണ്ഡലമാണ് ഇത്? ഭൗമകാന്തിക മണ്ഡലം. അപ്പോൾ ഈ സൗരക്കാറ്റിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന മണ്ഡലം ഏതാണ്? ഭൗമകാന്തിക മണ്ഡലമാണ്. ഏതാണ്? ഭൗമകാന്തിക മണ്ഡലമാണ്. ഓക്കെയാണോ? അപ്പോൾ എന്താണ് പറഞ്ഞത്? കൊറോണയിൽ നിന്നും 35 ലക്ഷം കിലോമീറ്റർ അകലെ വരെയുള്ള ചാർജുള്ള കണങ്ങൾ പ്രവഹിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സൗരക്കാറ്റ്. ഈ സൗരക്കാറ്റ് അനുഭവപ്പെടുന്നത് എത്ര വർഷത്തിലൊരിക്കലാണ്? 11 വർഷത്തിൽ ഒരിക്കലാണ്. ഈ സൗരക്കാറ്റിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന മണ്ഡലം ഏതാണ്? ഭൗമകാന്തിക മണ്ഡലമാണ്. ഏതാണ്? ഭൗമകാന്തിക മണ്ഡലമാണ്. സൂര്യൻ ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ ഒരു തവണ വലം വയ്ക്കാൻ വേണ്ട സമയമാണ് എന്ത്? കോസ്മിക് ഇയർ. അപ്പോൾ എന്താണ് കോസ്മിക് ഇയർ? സൂര്യന് ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ ഒരു തവണ വലം വയ്ക്കാൻ വേണ്ട സമയമാണ് എന്ത്? കോസ്മിക് ഇയർ. അപ്പോൾ എന്താണ് ഈ കോസ്മിക് ഇയർ? കോസ്മിക് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യൻ ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ ഒരു തവണ വലം വയ്ക്കാൻ വേണ്ട സമയമാണ് എന്ത്? കോസ്മിക് ഇയർ. ഓക്കെയാണോ? അപ്പോൾ കോസ്മിക് ഇയർ എന്താണ്? കോസ്മിക് ഇയർ അഥവാ കോസ്മിക് വർഷം. കോസ്മിക് വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സൂര്യന് ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ ഒരു തവണ വലം വയ്ക്കുവാൻ വേണ്ട സമയത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? കോസ്മിക് ഇയർ അഥവാ കോസ്മിക് വർഷം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഏത്? ബുധൻ. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഏത്? ബുധൻ. ഓക്കെയാണോ? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഏത്? ബുധൻ. അപ്പോൾ ബുധൻ എന്താണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ഏത്? ബുധൻ. കോസ്മിക് കിരണങ്ങൾ ഉത്ഭവിക്കുന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ് എന്ന് ജ്യോതിശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയത്? നക്ഷത്രങ്ങളുടെ അഥവാ സൂപ്പർ നോവകളുടെ പൊട്ടിത്തെറികൾ മുഖേന. അപ്പോൾ ഈ കോസ്മിക് കിരണങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഈ കോസ്മിക് കിരണങ്ങൾ എന്താണ്? സൂര്യന് നമ്മൾ കോസ്മിക് ഇയർ പറഞ്ഞില്ലേ? കോസ്മിക് ഇയർ എന്താണ്? സൂര്യന് ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ ഒരു തവണ വലം വയ്ക്കാൻ വേണ്ട സമയമല്ലേ കോസ്മിക് ഇയർ. അതുപോലെ തന്നെ കോസ്മിക് കിരണങ്ങളുണ്ട്. ഈ കോസ്മിക് കിരണങ്ങൾ ഉത്ഭവിക്കുന്നത് എന്തിൻ്റെ ഫലമായിട്ടാണ് എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത്? എന്തിൻ്റെ ഫലമായിട്ടാണ്? നക്ഷത്രങ്ങളുടെയും സൂപ്പർനോവകളുടെയും പൊട്ടിത്തെറികൾ. അപ്പോൾ നക്ഷത്രങ്ങളുടെയും സൂപ്പർനോവകളുടെയും പൊട്ടിത്തെറികളുടെ ഫലമായിട്ടാണ് കോസ്മിക് കിരണങ്ങൾ ഉത്ഭവിക്കുന്നത് എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെയാണോ? എന്താണ്? നക്ഷത്രങ്ങളുടെ സൂപ്പർനോവകളുടെ പൊട്ടിത്തെറികളുടെ ഫലമായിട്ടാണ് കോസ്മിക് കിരണങ്ങൾ ഉത്ഭവിക്കുന്നത് എന്നാണ് ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. ഓക്കെയാണല്ലോ. നമ്മൾ കോസ്മിക് വർഷം പറഞ്ഞില്ലേ? സൂര്യന് ക്ഷീരപഥത്തിന്റെ കേന്ദ്രത്തെ ഒരു തവണ വലം വയ്ക്കാൻ വേണ്ട സമയമല്ലേ കോസ്മിക് ഇയർ. ഈ ഒരു കോസ്മിക് ഇയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 കോടി വർഷം എന്നാണ്. എന്താണ്? ഒരു കോസ്മിക് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വർഷങ്ങൾ എന്നാണ്? 25 കോടി വർഷങ്ങൾ എന്നാണ്. ഓക്കെയാണോ? അപ്പോൾ ഈ ഒരു കോസ്മിക് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25 കോടി വർഷങ്ങൾ എന്നാണ്. ഓക്കെയാണോ? അപ്പോൾ ഒരു കോസ്മിക് ഇയർ വർഷം ഈസ് ഈക്വൽ ടു 25 കോടി വർഷം. ഓക്കെയാണല്ലോ. സൂര്യൻ്റെ ഉപരിതലത്തിലുള്ള കൊറോണയുടെ വിശദാംശങ്ങൾ പഠിക്കുവാനായി ISRO രൂപകൽപ്പന ചെയ്യുന്ന പരിവേഷണ ഉപഗ്രഹത്തിൻ്റെ പേരാണ് എന്ത്? ആദിത്യ. അപ്പോൾ ആദിത്യ എന്താണ്? ആദിത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹമാണ് ഇത്? ആദിത്യ. അപ്പോൾ ആദിത്യ എന്ന് പറയുന്നത് എന്താണ്? സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹമാണ് ഇത്? ആദിത്യ. ഓക്കെയാണോ? അപ്പോൾ ആദിത്യ എന്താണ്? സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO
വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹമാണ് ഏത്? ആദിത്യ. ഓക്കെയാണോ? അപ്പോൾ ആദിത്യ എന്താണ്? സൂര്യനെ കുറിച്ച് പഠിക്കാൻ ISRO വിക്ഷേപിക്കുവാൻ പോകുന്ന ഉപഗ്രഹമാണ് ഏത്? ആദിത്യ. ആദിത്യയുടെ സുപ്രധാന ലക്ഷ്യം എന്താണ്? ബാഹ്യ ആവരണമായ കൊറോണ ചൂടാകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാനാണ് എന്ത്? ആദിത്യ അയക്കുന്നത്. അപ്പോൾ ആദിത്യ എന്ന് പറഞ്ഞ ഉപഗ്രഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്താണ്? നമ്മുടെ സൂര്യൻ്റെ ഏറ്റവും പുറമേയുള്ള പാളിയായ കൊറോണ, ഈ കൊറോണ ചൂടാകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹമാണ് ഏത്? ആദിത്യ. ഓക്കെയാണോ? അപ്പോൾ ആദിത്യയുടെ സുപ്രധാന ലക്ഷ്യം എന്താണ്? സൗരബാഹ്യാവരണമായ കൊറോണ ചൂടാകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹമാണ് ഏത്? ആദിത്യ. ഓക്കെയാണല്ലോ. പ്രോക്സിമ സെന്ററിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ്? 4.24 പ്രകാശവർഷം. ഓക്കെയാണോ? അപ്പോൾ സൗരയൂഥത്തിനടുത്തുള്ള നക്ഷത്രമല്ലേ പ്രോക്സിമ സെന്ററി? അപ്പോൾ ഈ പ്രോക്സിമ സെന്ററിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയമാണ് എത്ര? 4.24 പ്രകാശവർഷം. എത്രയാണ്? 4.24 പ്രകാശവർഷം. ഓക്കെയാണോ? അപ്പോൾ ഈ പ്രോക്സിമ സെന്റോറിയിൽ നിന്ന്, അപ്പോൾ എന്താണ് ഈ പ്രോക്സിമ സെന്റോറി? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഈ പ്രോക്സിമ സെന്റോറി? സൗരയൂഥത്തിൻ്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് ഏത്? പ്രോക്സിമ സെന്റോറി. ഈ പ്രോക്സിമ സെന്റോറിയിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ്? 4.24 പ്രകാശവർഷം. എത്രയാണ്? 4.24 പ്രകാശവർഷം. ഓക്കെ ആണല്ലോ. ഇനി ആദിത്യ വിക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? GSLV. ഏതാണ്? GSLV. ഓക്കെയാണ്. അപ്പോൾ ഈ ആദിത്യ വിക്ഷേപിക്കുവാൻ, ആദിത്യ എന്ന് പറയുന്നത് എന്താണ്? സൂര്യൻ്റെ ഉപരിതലമായ കൊറോണ ചൂടാകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹമാണ് ഏത്? ആദിത്യ. ഈ ആദിത്യ വിക്ഷേപിക്കുവാൻ ഉപയോഗിക്കുന്ന വിക്ഷേപണ വാഹനം ഏതാണ്? GSLV. ഏതാണ്? GSLV. ഓക്കെയാണോ? ഏതാണ്? GSLV. സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ നാസ വിക്ഷേപിച്ച റോക്കറ്റാണ് ഏത്? അറ്റ്ലസ്. അപ്പോൾ സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച റോക്കറ്റിന്റെ പേരാണ് ഏത്? അറ്റ്ലസ്. ഓക്കെയാണോ? അപ്പോൾ ആദിത്യയുണ്ട്, അറ്റ്ലസ് ഉണ്ട്. അപ്പോൾ അറ്റ്ലസ് എന്താണ്? സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ നാസയാണ്. നാസ വിക്ഷേപിച്ച റോക്കറ്റാണ് ഏത്? അറ്റ്ലസ്. സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച റോക്കറ്റാണ് ഏത്? അറ്റ്ലസ്. 76 വർഷത്തിലൊരിക്കൽ സൂര്യന്റെ സമീപത്തെത്തുന്ന വാൽനക്ഷത്രമാണ് ഏത്? ഹാലിയുടെ വാൽനക്ഷത്രം. എന്താണ്? 76 വർഷത്തിലൊരിക്കൽ. എത്രയാണ്? 76 വർഷത്തിലൊരിക്കൽ സൂര്യന്റെ സമീപത്തെത്തുന്ന വാൽനക്ഷത്രമാണ് ഏത്? ഹാലിയുടെ വാൽനക്ഷത്രം. ഏതാണ്? ഹാലിയുടെ വാൽനക്ഷത്രം. ഓക്കെയാണോ? അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത്? 76 വർഷത്തിലൊരിക്കൽ സൂര്യന്റെ സമീപത്തെത്തുന്ന വാൽനക്ഷത്രം ഏതാണ്? ഹാലിയുടെ വാൽനക്ഷത്രം. ഏതാണ്? ഹാലിയുടെ വാൽനക്ഷത്രം. ഓക്കെയാണോ? അപ്പോൾ 76 വർഷത്തിലൊരിക്കൽ സൂര്യന്റെ സമീപത്തെത്തുന്ന വാൽനക്ഷത്രം ഏതാണ്? ഹാലിയുടെ വാൽനക്ഷത്രമാണ്. ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദൂരദർശിനിയാണ് ഏത്? നാഷണൽ ലാർജ് സോളാർ ടെലസ്കോപ്പ്. ഓക്കെയാണോ? എന്താണ്? ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ദൂരദർശിനിയാണ് ഏത്? നാഷണൽ ലാർജ് സോളാർ ടെലസ്കോപ്പ്. അപ്പോൾ എന്താണ് ഈ നാഷണൽ ലാർജ് സോളാർ ടെലസ്കോപ്പ്? സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദൂരദർശിനിയാണ് ഏത്? അഥവാ ടെലസ്കോപ്പാണ് ഏത്? നാഷണൽ ലാർജ് സോളാർ ടെലസ്കോപ്പ്. ഓക്കെയാണോ? എന്താണ്? സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ വേണ്ടി ഇന്ത്യ നിർമ്മിക്കുവാൻ പോകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ദൂരദർശിനിയാണ് ഏത്? നാഷണൽ ലാർജ് സോളാർ ടെലസ്കോപ്പ്. ഏതാണ്? നാഷണൽ ലാർജ് സോളാർ ടെലസ്കോപ്പ്. സൗരോർജം മാത്രം ഉപയോഗിച്ച് പറന്ന ആദ്യ വിമാനം ഏതാണ്? സോളാർ ഇമ്പൾസ് ആണ്. എന്താണ്? സൗരോർജം മാത്രം ഉപയോഗിച്ച് പറന്ന ആദ്യ വിമാനം ഏതാണ്? സോളാർ ഇമ്പൾസ് ആണ്. ഏതാണ്? സോളാർ ഇമ്പൾസ് ആണ്. ഓക്കെയാണ്. അപ്പോൾ എന്താണ്? സൗരോർജം മാത്രം ഉപയോഗിച്ച് പറന്ന ആദ്യത്തെ വിമാനം ഏതാണ്? സോളാർ ഇമ്പൾസ് ആണ്. ഏതാണ്? സോളാർ ഇമ്പൾസ് ആണ്. ഓക്കെയാണോ? എന്താണ്? സൗരോർജം മാത്രം ഉപയോഗിച്ച് പറന്ന ആദ്യത്തെ വിമാനം ഏതാണ്? സോളാർ ഇമ്പൾസ് ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ
സൂര്യനിലെ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് എന്ത്? സൺസ്പോട്സ്. എന്താണ്? അപ്പോൾ സൺസ്പോട്സ് എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് സൺസ്പോട്സ്? സൂര്യനിലെ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഏത്? സൺസ്പോട്സ്. എന്താണ്? സൂര്യനിലെ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഇത്? സൺസ്പോട്സ്. അപ്പോൾ സൺസ്പോട്സ് എന്താണ്? സൂര്യനിലെ താരതമ്യേന ചൂട് കുറഞ്ഞ പ്രദേശം അറിയപ്പെടുന്ന പേരാണ് ഇത്? സൺസ്പോട്സ്. ഈ സൺസ്പോട്സിനെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. ആരാണ്? ഗലീലിയോ ആണ്. അപ്പോൾ സൺസ്പോട്സിനെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? ഗലീലിയോ ആണ്. ആരാണ്? ഗലീലിയോ ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ്? 8.2 മിനിറ്റ് അഥവാ 500 സെക്കൻഡ്. എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. എന്താണ്? സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം എത്രയാണ്? 8.2 മിനിറ്റ് അഥവാ 500 സെക്കൻഡ് ആണ്. എത്രയാണ്? 8.2 മിനിറ്റ് അഥവാ 500 സെക്കൻഡ് ആണ്. ഓക്കെ ആണല്ലോ. സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? പാർക്കർ സോളാർ പ്രോബ്. അപ്പോൾ സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ നാസ വിക്ഷേപിച്ച റോക്കറ്റ് ആണെങ്കിൽ അറ്റ്ലസും, എന്നാൽ സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? പാർക്കർ സോളാർ പ്രോബ്. ഏതാണ്? പാർക്കർ സോളാർ പ്രോബ്. ഓക്കെ ആണോ? അപ്പോൾ സൂര്യനെ കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച റോക്കറ്റിന്റെ പേരാണ് അറ്റ്ലസ്. അതുപോലെ തന്നെ സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? പാർക്കർ സോളാർ പ്രോബ്. ഏതാണ്? പാർക്കർ സോളാർ പ്രോബ്. ഈ പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത് 2018 ഓഗസ്റ്റ് 12-നാണ്. എന്താണ്? ഈ പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത് എന്നാണ്? 2018 ഓഗസ്റ്റ് 12-നാണ്. എന്നാണ്? 2018 ഓഗസ്റ്റ് 12-നാണ്. ഓക്കെ ആണോ? അപ്പോൾ സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹമാണ് പാർക്കർ സോളാർ പ്രോബ്. എന്നാൽ സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ നമ്മുടെ ISRO വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹം ഏതാണ്? ആദിത്യയാണ്. ഓക്കെ ആണല്ലോ. ഇനി സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ നാസ വിക്ഷേപിക്കാൻ പോകുന്ന ഉപഗ്രഹത്തിന്റെ പേരെന്താണ്? പാർക്കർ സോളാർ പ്രോബ്. ഈ പാർക്കർ സോളാർ പ്രോബ് വിക്ഷേപിച്ചത് എന്നാണ്? 2018 ഓഗസ്റ്റ് 12-നാണ്. എന്നാണ്? 2018 ഓഗസ്റ്റ് 12-നാണ്. സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസമാണ് ഏത്? അമാവാസി. സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസമാണ് ഏത്? അമാവാസി. എന്താണ്? ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസം ഏതാണ്? അമാവാസിയാണ്. ഏതാണ്? അമാവാസിയാണ്. ഓക്കെ ആണോ? അപ്പോൾ സൂര്യഗ്രഹണം ഉണ്ടാകുന്ന ദിവസമാണ് ഏത്? അമാവാസി. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് ജനുവരി 3. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് ഏത്? ജനുവരി 3. ഓക്കെ ആണോ? അപ്പോൾ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് ഏത്? ജനുവരി 3. എന്നാൽ സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകലെ വരുന്ന ദിവസമാണ് ജൂലൈ 4. സൂര്യൻ ഭൂമിയിൽ നിന്നും ഏറ്റവും അകലെ വരുന്ന ദിവസമാണ് ഇത്? ജൂലൈ 4. ഓക്കെയാണ്. അപ്പോൾ 2 ദിവസങ്ങളുണ്ട്. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് ജനുവരി 3. സൂര്യൻ ഭൂമിയോട് ഏറ്റവും അകലെ വരുന്ന ദിവസമാണ് ഇത്? ജൂലൈ 4.